ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 21 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം രണ്ടാം ദിവസം കൂടിയെന്ന് വെള്ളിയാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമ കേരളത്തിൽ 5,50,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന അപ്ഡേറ്റ് പ്രകാരം 5,60,00,000 രൂപയും ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 5,69,00,000 രൂപയുമാണ് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. തമിഴ്നാട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 29,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 11,51,00,000, ആന്ധ്രയിൽ 2,13,00,000, തെലങ്കാനയിൽ 2,07,00,000, നോർത്ത് ഇന്ത്യയിൽ 3,89,00,000 എന്നിങ്ങനെ 54,94,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. ഇതിൽ തമിഴ് പതിപ്പിൽ നിന്ന് 48,95,00,000 രൂപയും തെലുങ്ക് പതിപ്പിൽ നിന്ന് 3,44,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി പതിപ്പിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് 2,55,00,000 രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 80,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ചില ട്രാക്കർമാർ 81 കോടി മുതൽ 84 കോടി വരെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 7,60,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിവസത്തിന്റെ പകുതി മാത്രമാണ്, അതായത് ഏകദേശം 40 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 120-125 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 17 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് അൻപേ ഡയാന. രണ്ടാം വാരത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 4,02,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 31 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 2,85,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,29,00,000 രൂപയാണ്. 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 4,72,00,000 രൂപയുമാണ്. ജൂലൈ 3 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 42,67,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. കർണാടകയിൽ 2,68,00,000, കേരളത്തിൽ 1,03,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 11 ലക്ഷം എന്നിങ്ങനെ 46,58,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 7,80,00,000 ഉൾപ്പെടെ ലോകമെമ്പാടുമായി 54,38,00,000 രൂപയാണ് 3 ആഴ്ച പിന്നിടുമ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി 25,27,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 21 ദിവസം കൊണ്ട് തിയേറ്ററിക്കൽ പ്രോഫിറ്റ് ആയിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 11,27,00,000 രൂപയാണ്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ഇതേ മുരളി എന്ന തമിഴ് സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 20,43,00,000 രൂപയാണ് 14 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ 14 ദിവസം കൊണ്ട് 31 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 23,68,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയിരിക്കുന്നത് 28,80,00,000 രൂപയുമാണ്. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 14,12,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതേ മുരളി എന്ന സിനിമയും ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നാഗബന്ധം എന്ന തെലുങ്ക് സിനിമയുടെ 21 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം 20-ാം ദിവസമായ ബുധനാഴ്ച ഇന്ത്യൻ ഗ്രോസായി 10 ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ 21-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 5,50,000 രൂപ മാത്രമാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 26,25,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി 27,97,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 28 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 12,85,00,000 രൂപ മാത്രമേ ഷെയറായി കിട്ടിയിട്ടുള്ളൂ. സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രത്തിന്റെ രണ്ടാഴ്ചയിലെ, അതായത് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രം ആന്ധ്രയിൽ നിന്ന് കളക്ട് ചെയ്തത് 27,37,00,000 രൂപയും തെലങ്കാനയിൽ 26,39,00,000 രൂപയുമാണ്. കർണാടകയിൽ 6,02,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 60,78,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് 10,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 71,22,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 14 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 24,80,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത് 34,79,00,000 രൂപയാണ്. 14 ദിവസം കൊണ്ട് തിയേറ്ററിക്കൽ പ്രോഫിറ്റ് ആയിട്ട് മാത്രം 10 കോടി രൂപ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓ സുകുമാരി എന്ന തെലുങ്ക് സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ ഈ സിനിമ 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 1,16,00,000 രൂപയും തെലങ്കാനയിൽ 84,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 2 കോടി നേടിയെടുത്ത ഈ സിനിമ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് ഈ സിനിമ കളക്ട് ചെയ്തത് 33 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 2,35,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ ഗ്രാമായണ എന്ന കന്നഡ സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും വന്നിട്ടുണ്ട്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കന്നഡ കളക്ഷനായി നേടിയെടുത്തത് 4 ലക്ഷം രൂപയാണ്. ടോട്ടൽ 21 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,32,00,000 രൂപയാണ്. 3,80,00,000 ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 1,99,00,000 രൂപയാണ് ഷെയറായി കിട്ടിയിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.